ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് 2 റൂംസാണ്. അതിലൊന്ന് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ പല വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഗസ്റ്റ് റൂമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മോൻ്റെ സ്റ്റഡി റൂമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. റിനോവേഷൻ ചെയ്തപ്പോൾ ഞങ്ങൾ താഴത്തെ ഫ്ലോർ മാത്രമാണ് പ്രോപ്പർ ഒരു റിനോവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ നമ്മളൊന്നും തന്നെ ചെയ്തിട്ടില്ല, ജസ്റ്റ് പെയിൻറ്റ് ആൻഡ് ഫ്ലോറിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഫ്രെയിം ആമസോണിൽ നിന്നിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള ഫ്രെയിമാണ്. എൻ്റെ വൈബിന് പറ്റിയ ഫ്രെയിമാണ് എനിക്ക് കിട്ടിയത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെ 2 റൂംസിലെ ഒരു റൂമാണ് ഞാൻ ഇന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ട് മിനിമലിസ്റ്റിക് ആയിട്ട് എന്ത് ചെയ്യാവോ അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്കൊരു കളർ തീം മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫ്രെയിമൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം വാള് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഞാൻ എപ്പോഴും പ്രിൻ്റഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഒരു സോളിഡ് പ്ലെയിൻ കളർ യൂസ് ചെയ്യുന്നത്. ബെഡ്ഷീറ്റ് ആൻഡ് കംഫർട്ടർ പ്ലെയിൻ ആയിരുന്നത് കൊണ്ട് അതിന് കുറച്ചൊരു പ്രിൻറ്റിൻ്റെ ടച്ച് കൊടുക്കാനായിട്ട് സ്ക്വയർ പില്ലോയുടെ കവർ ഞാൻ യൂസ് ചെയ്തത് പ്രിൻ്റഡ് ആണ്. ആ പ്രിൻറ്റും നമ്മുടെ വാളിൽ വെച്ചേക്കുന്ന ഫ്രെയിമിൻ്റെ പ്രിൻറ്റും ഓൾമോസ്റ്റ് സെയിം ആവുന്ന രീതിക്കാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സ്ക്വയർ പില്ലോസ് എപ്പോഴും ബെഡിൽ വെക്കുന്നത്. ഈ റൂമിൽ സൺലൈറ്റ് ഒട്ടും തന്നെ കിട്ടാറില്ല. വെന്റിലേഷനും അതുപോലെ കുറവായിട്ടുള്ളൊരു റൂമാണിത്. സോ ഈ റൂമിൽ കയറുമ്പോൾ ഞാൻ നോർമലി ഈ 2 വിൻഡോസും ഓപ്പൺ ചെയ്തിടാറാണ്. നമുക്കൊരു എസ്തെറ്റിക് ലുക്ക് വേണമെങ്കിൽ ഒരു ബെഡ് സൈഡ് ലാമ്പ് എപ്പോഴും കീപ്പ് ചെയ്ത് ബെഡിൻ്റെ സൈഡിൽ വെക്കുന്നത് നമ്മുടെ റൂമിന് തന്നെ ഒരു പ്രത്യേക ഭംഗി തരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ തന്നെ ഒത്തിരി കൈൻഡ് ഓഫ് സ്റ്റാൻഡിങ് ലാമ്പ് അവൈലബിൾ ആണ്. പക്ഷേ എനിക്കിപ്പോഴും ഈ ചെറിയ സൈഡിൽ വെക്കുന്ന ബെഡ് ലാമ്പാണ് ഇഷ്ടം. ഇങ്ങനത്തെ ബെഡ് ലാമ്പാണ് കൂടുതൽ ഭംഗി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിനിമലായിട്ട് എൻ്റെ മനസ്സിൽ കണ്ട റൂം റെഡിയായി. ഇനി നമ്മൾ ടേബിളാണ് റെഡിയാക്കുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഈ ടേബിൾ റെഡിയാക്കിയത്. എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് 2 പ്ലാനേഴ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണാൻ ഭയങ്കര പിൻട്രസ്റ്റി ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഇതിനെ ഞാൻ ഇവിടെ തന്നെ കീപ്പ് ചെയ്യുവാണ്. അങ്ങനെ ചെറിയ അലങ്കാര പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടേബിളും അങ്ങോട്ട് സെറ്റായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സിമ്പിളായിട്ടാണ് ഞാൻ എൻ്റെ റൂം സെറ്റാക്കിയത്. കാരണം ഇതെനിക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള റൂമാണ്. അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ വെച്ച് ക്ലംസി ആക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു.